വാട്സ്ആപ്പ് ഗായ്സ്, എല്ലാവർക്കും MTN Proയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ബൈക്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മളെല്ലാവരും ബൈക്ക് അല്ലെങ്കിൽ കാറൊക്കെ ഓടിക്കുന്നവരായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ ബ്രേക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ശബ്ദം കേൾക്കാറുണ്ട് അല്ലേ. നമ്മൾ വണ്ടി വാങ്ങിയ ടൈമിലോ അല്ലെങ്കിൽ ബ്രേക്ക് ഷൂ ഒക്കെ മാറ്റിയ ടൈമിലോ ഒക്കെ ഇതുപോലത്തെ ശബ്ദം ഉണ്ടായിക്കോണമെന്നില്ല. കുറച്ചുകൂടെ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇതുപോലത്തെ ശബ്ദമൊക്കെ വരാറുണ്ട്. അപ്പോൾ ഈ ഒരു സൗണ്ട് വരുന്നതിന് ഒരു കാരണമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഈ സൗണ്ട് നമുക്ക് കളയാന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. സോ ഗായ്സ്, നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മുടെ വണ്ടീൻ്റെ ബാക്ക് ടയർ ഊരി എടുക്കാൻ വേണ്ടി പോവാണ്. അത് നമുക്ക് കുറച്ച് ടൂൾസിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. സോ നമ്മൾ എല്ലാ നെട്ടും ലൂസാക്കിയിട്ടുണ്ട്. നമ്മൾ ടയർ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി പോകണം. സോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കാണുന്നതാണ് ഡ്രം ബ്രേക്ക് എന്ന് പറയുന്നത്. ഈ മുകളിൽ കാണുന്ന ഈ രണ്ട് പീസാണ് നമ്മൾ ബ്രേക്ക് ഷൂസ് എന്ന് വിളിക്കുന്നത്. ഈ ബ്രേക്ക് ഷൂസാണ് നമ്മൾ ബ്രേക്ക് ഇല്ലാതാവുമ്പോഴൊക്കെ മാറ്റുന്ന ഒരു കമ്പോണൻറ്റ്. ഇതിൻ്റെ വർക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ലിവർ നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. ഇത് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബ്രേക്ക് ഷൂസൊക്കെ എക്സ്പാൻഡ് ആവും. ഈ ബ്രേക്ക് ഷൂസ് എക്സ്പാൻഡ് ആകുമ്പോൾ നമ്മുടെ ഡ്രമ്മിൻ്റെ ഇന്നർ വാൾസിൽ പോയിട്ട് ജാം ആവും. അപ്പോഴാണ് നമുക്ക് ബ്രേക്കിംഗ് എഫക്റ്റ് കിട്ടുന്നത്. ഇതിൽ നിങ്ങൾക്ക് രണ്ട് സ്പ്രിങ്സ് കാണാൻ കഴിയും. ഈ സ്പ്രിങ്സ് കാരണമാണ് തിരിച്ച് നമ്മുടെ ബ്രേക്ക് ഷൂസ് അതിൻ്റെ യഥാസ്ഥലത്തേക്ക് തിരിച്ചു വരുന്നത്. നമ്മുടെ ഡ്രമ്മിൻ്റെ വാളിലൊക്കെ നോക്കിയാൽ നമുക്ക് ഒരുപാട് പൊടി പടലങ്ങൾ കാണാൻ കഴിയും. ഈ പൊടി കാരണമാണ് നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ശബ്ദം വരുന്നത്. ഒരുപാട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രേക്ക് ഷൂസിനൊക്കെ തേയ്മാനം സംഭവിക്കും. ഈ തേയ്മാനം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന പൊടി പടലങ്ങളാണ് ഈ വാൾസിലൊക്കെ പറ്റി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് കറക്റ്റായിട്ട് ബ്രേക്ക് വരാത്തൊരവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളിത് റിമൂവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിനൊരു വയർ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ബ്രഷ് ചെയ്തിട്ടാണ് ഇത് കളയുന്നത്. ആദ്യം വയർ ബ്രഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് കളയാം. അതിനുശേഷം നമ്മൾ നോർമൽ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഈ പൊടിയൊക്കെ നമുക്ക് ഉരച്ച് കളയാം. ഇപ്പോൾ നമ്മൾ ഡ്രം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ബ്രേക്ക് ഷൂ റിമൂവ് ചെയ്തിട്ട് ബാക്കിയുള്ള കമ്പോണൻസ് ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഈ കാണുന്നതാണ് നമ്മുടെ ബ്രേക്ക് ഷൂസ്. ഇതിൻ്റെ മുകളിലുള്ള ഒരു സെറാമിക് മെറ്റീരിയലിലാണ് നമ്മൾ ബ്രേക്ക് ലൈനിങ് എന്നൊക്കെ വിളിക്കുന്നത്. ഇതിൻ്റെ സഹായത്താലാണ് നമുക്ക് ബ്രേക്കിംഗ് ആക്ഷനൊക്കെ കിട്ടുന്നത്.
അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാവരും ഒന്ന് റീഫിറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഗായ്സ്, നമ്മുടെ സൗണ്ടൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കേട്ട ശബ്ദം അത് വണ്ടി സ്കിഡായതിൻ്റെ സൗണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് എന്തുണ്ടെങ്കിൽ തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ.